കേരളത്തിലെ സാധാരണക്കാരായ മനുഷ്യരെയും സ്ത്രീകളെയും പരസ്യമായി അധിക്ഷേപിച്ച് ഗതാഗത മന്ത്രി CP ജോൺ. പൊതുജനങ്ങളുടെ സാമ്പത്തിക പ്രയാസങ്ങളെയും അടിയന്തര ആവശ്യങ്ങളെയും ക്രൂരമായി പരിഹസിക്കുകയും ക്രൂരമായ വർഗവിവേചനപരമായ പരാമർശങ്ങൾ നടത്തുകയും ചെയ്ത മന്ത്രിയുടെ നിലപാടിനെതിരെ പ്രതിഷേധം കത്തുകയാണ്. പാലക്കാട് നടന്ന കേരള ബസ് ട്രാൻസ്പോർട്ട് അസോസിയേഷൻ സംസ്ഥാന സമ്മേളന വേദിയിലാണ് മന്ത്രി ജനങ്ങളെ അധിക്ഷേപിക്കുന്ന പ്രസ്താവനകൾ നടത്തിയത്. പൈസ കൊടുക്കേണ്ടാത്ത ബസ് വന്നാൽ അതിലേക്ക് സ്ത്രീകൾ തള്ളിക്കയറുകയാണെന്നും എന്നാൽ ഇതേ സ്ത്രീകൾ തന്നെ മക്കളെ ഫീസ് നൽകി സ്വകാര്യ സ്കൂളുകളിൽ പഠിപ്പിക്കുകയാണെന്നുമാണ് മന്ത്രി CP ജോൺ കുറ്റപ്പെടുത്തിയത്. സർക്കാർ സ്കൂളുകളിൽ സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുമ്പോഴും സൗജന്യ വിദ്യാലയങ്ങളിലേക്ക് വിടാതെ ഫീസ് നൽകേണ്ടിടത്തേക്ക് വിടുന്നുവെന്ന വാദവും മന്ത്രി ഉന്നയിച്ചു. മക്കളെ സ്വകാര്യ സ്കൂളിൽ വിടുന്ന ഇതേ സ്ത്രീ തന്നെ സ്വന്തം അച്ഛനെയും ഭർത്താവിനെയും കൊണ്ട് സർക്കാർ ആശുപത്രിയുടെ വരാന്തയിൽ കിടക്കുകയാണ് എന്നായിരുന്നു മന്ത്രിയുടെ തരം താണ പ്രയോഗം. ജനങ്ങൾക്ക് സ്വകാര്യ ആശുപത്രികൾ നൽകാൻ പണമില്ലെന്നും മന്ത്രി പരിഹസിച്ചു. കേരളത്തിലെ ജനങ്ങളുടെ പെരുമാറ്റം തന്നെ അത്ഭുതപ്പെടുത്തുന്നുണ്ടെന്ന് പറഞ്ഞ മന്ത്രി, പാവപ്പെട്ടവൻ പണക്കാരനായി അഭിനയിക്കുന്നു അല്ലെങ്കിൽ പരമദരിദ്രനായി അഭിനയിക്കുന്നുവെന്ന ഗുരുതരമായ ആക്ഷേപവും ഉന്നയിച്ചു. KSRTCയിലെ പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതിയിൽ സ്ത്രീകൾ തിക്കിത്തിരക്കുന്നത് വകുപ്പിനോടോ മന്ത്രിയോടോ ഉള്ള സ്നേഹം കൊണ്ടല്ലെന്നും പകരം വീട്ടമ്മമാരുടെ കയ്യിൽ പണമില്ലാത്തത് കൊണ്ടാണെന്നും മന്ത്രി പറയുന്നുണ്ട്. പ്രിയദർശിനി പദ്ധതി വിജയിച്ചതിന്റെ ഏക കാരണം കേരളത്തിലെ സ്ത്രീകളുടെ ദാരിദ്ര്യം മാത്രമാണെന്നാണ് മന്ത്രി സ്വന്തം പദ്ധതിയെ പോലും തരം താഴ്ത്തി പറഞ്ഞത്. ഉയർന്ന വിലക്കയറ്റവും സാമ്പത്തിക ഞെരുക്കവും കാരണം നിത്യജീവിതത്തിന് ബുദ്ധിമുട്ടുന്ന സാധാരണ കുടുംബങ്ങളെയും സ്ത്രീകളെയും വേദിയിലിരുത്തി അപമാനിച്ച ഗതാഗത മന്ത്രിയുടെ നടപടി അങ്ങേയറ്റം അപലപനീയമാണ്. മക്കൾ നല്ല വിദ്യാഭ്യാസം നേടണമെന്ന ആഗ്രഹത്താൽ വയറു വിശന്നാലും കടം വാങ്ങി മക്കളെ പഠിപ്പിക്കുന്ന രക്ഷിതാക്കളെ അഭിനേതാക്കൾ എന്ന് വിളിച്ച് ആക്ഷേപിക്കാൻ ഏത് അധികാരത്തിന്റെ അഹങ്കാരമാണ് മന്ത്രിക്ക് തുണയാകുന്നതെന്നാണ് പൊതുസമൂഹം ചോദിക്കുന്നത്. പൊതുജനാരോഗ്യ മേഖലയെയോ പൊതുവിദ്യാഭ്യാസത്തെയോ ശക്തിപ്പെടുത്തേണ്ട ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരുന്ന് ജനങ്ങളുടെ നിസ്സഹായ അവസ്ഥയെയും ആരോഗ്യ പ്രശ്നങ്ങളെയും പരിഹരിക്കാൻ മന്ത്രി കാണിച്ച ധാർഷ്ട്യം വൻ ജനരോഷത്തിന് വഴിവെച്ചിരിക്കുകയാണ്. രമേശ് പിഷാരടി MLA, P. മമ്മിക്കുട്ടി MLA, PP സുമോദ് MLA, സംസ്ഥാന സെക്രട്ടറി ഗോകുലം ഗോകുൽദാസ്, ട്രേഡ് യൂണിയൻ നേതാക്കളായ PK ശശി, K. അപ്പു, KC ജയപാലൻ, AC കൃഷ്ണൻ, രക്ഷാധികാരി ശ്രീകുമാർ, സംസ്ഥാന ട്രഷറർ KK സത്യൻ, പാലക്കാട് ജില്ലാ സെക്രട്ടറി KI ബഷീർ തുടങ്ങിയ ജനപ്രതിനിധികളും പ്രമുഖ നേതാക്കളും വേദിയിലിരിക്കുകയായിരുന്നു മന്ത്രിയുടെ ഈ പ്രസംഗം. സംസ്ഥാനത്ത് വിലക്കയറ്റവും തൊഴിലില്ലായ്മയും രൂക്ഷമായിരിക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങളുടെ നിത്യജീവിതത്തിലെ സങ്കടങ്ങളെ വിചാരണ ചെയ്ത മന്ത്രിയുടെ പരാമർശം വലിയ രാഷ്ട്രീയ വിവാദത്തിനാണ് തിരികൊളുത്തിയത്. പൊതുവിദ്യാഭ്യാസത്തെയും സൗജന്യ വൈദ്യസഹായത്തെയും ആശ്രയിക്കുന്ന പാവപ്പെട്ടവരെ അധിക്ഷേപിച്ച മന്ത്രിക്കെതിരെ ഭരണ പ്രതിപക്ഷ ഭേദമന്യേ വൻ ജനരോഷം ഇരമ്പുകയാണ്. വിഷയത്തിൽ മന്ത്രി പ്രസ്താവന തിരുത്തി മാപ്പ് പറഞ്ഞില്ലെങ്കിൽ സമരം ശക്തമാക്കാനാണ് പ്രതിപക്ഷ സംഘടനകളുടെ തീരുമാനം.